നമ്മൾ പതിയെ ഭക്ഷണം കഴിച്ച ശേഷം നുങ്നുങ് വില്ലേജിനകത്ത് തന്നെയുള്ള എലിഫൻറ്റ് ഷോ കാണാൻ വന്നിരിക്കുകയാണ്. ഇഷ്ടം പോലെ ആനകൾ ഇവിടെ നിന്ന് സെൽഫി എടുക്കാൻ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്കൂടെ നമ്മളിങ്ങനെ കയറിപ്പോണ്. ഈ നടുക്കാണ് ആനയുടെ കോർട്ട്, സ്റ്റേജ് എന്നൊക്കെ പറയാം കേട്ടോ. അതിന് ചുറ്റുമാണ് നമ്മളിങ്ങനെ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന പോലെ ആൾക്കാർ ഇരുന്ന് കാണുന്നത്. 3 വശത്തായിട്ട് ആൾക്കാരുണ്ട്. വേറൊരു വശത്തോടെയാണ് ആന കയറി വരുന്നത്. ഇതാ കണ്ടില്ലേ, മുന്നിലായിട്ട് ഒരുപാട് പേര് ആനയോടൊപ്പം സെൽഫി എടുക്കുന്നു. അതുപോലെ തന്നെ ആനയുടെ തുമ്പിക്കൈയിൽ ഇരുന്നുകൊണ്ടുള്ള സെൽഫിയാണ് കൂടുതലായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം കാശ് കൊടുത്തിട്ട് കയറി പോവുകയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ആ പാപ്പാന് കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ കയറ്റിക്കൊണ്ടുപോകില്ലേ എന്ന പോലെയാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കാനുള്ള സന്ദർഭം ഒരുക്കി കൊടുക്കുന്നത് കേട്ടോ. കുട്ടിയാനയുടെ പുറകെയാണ് കുറേ കുട്ടികൾ. മിക്കവാറും കുട്ടികൾക്കും ഈ കുട്ടിയാനയുടെ കുസൃതികളും ഇതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം, അവൻ്റെ തുമ്പിക്കൈയിൽ പിടിച്ചു നിന്ന് നടക്കണം എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇവനാണ് കൂട്ടത്തിൽ കുസൃതി കേട്ടോ. കാശ് സമ്പാദിക്കാനുള്ള നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് കേട്ടോ ഇത്. പരിപാടി തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ്, 10-20 മിനിറ്റ് മുമ്പ് നമ്മളെ അകത്ത് കയറ്റും. എന്നിട്ട് നമുക്ക് സെൽഫി എടുക്കണമെന്ന് ചോദിച്ച് അതിൽ നിന്ന് നമ്മുടെ നിന്ന് ഒരു പൈസയും വാങ്ങും. നല്ലൊരു ഐഡിയ അല്ലേ ഇവിടെ കാണിക്കുന്നത്? എന്താണെങ്കിലും അടിപൊളി കേട്ടോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. കാരണം ആനകളൊക്കെ അത്രയും ഫ്രണ്ട്ലിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇടഞ്ഞു പോകുന്ന ആനകളൊന്നും അല്ല ഇവിടുത്തെ ആനകൾ. എന്താണാവോ കേട്ടോ. കാരണം കണ്ടില്ലേ, ഇത് കുട്ടികളൊക്കെ കൊമ്പിൽ പിടിച്ച് നിൽക്കുക. നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആനയുടെ ഫ്രണ്ട്ഷിപ്പ്. ഇവിടെ എല്ലാവരുടെയും പരിപാടിക്ക് മുന്നേ അതിന് ശേഷമൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കുസൃതിയും എല്ലാം കാണിച്ച് ഇങ്ങനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്ത് വിളിക്കലാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുക. ആനയെ പ്രത്യേകമായി ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പൈസ വാങ്ങാനും അതുപോലെ തന്നെ ആളുകളെ മാടി വിളിക്കാനുള്ള എല്ലാ ട്രെയിനിങ്ങും എല്ലാ ആനകൾക്കും കൊടുത്തിട്ടുണ്ട്. ആനകൾ തമ്മിലുള്ള ബലൂൺ പൊട്ടിക്കൽ മത്സരം കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.行不行？加油加油！来慢慢来，1、2、3，好。പൂജ എറിയോ?加油 ！Mr. Sunday up！ 不可以咁爽嘅。等下來鼓掌給他鼓掌，啊！加油加油！行不行？加油！快點咁，塞住個呢？പൊട്ടിക്കേട്.哦，last game，加油加油！
力来慢慢 slowly go 哦接住 last game 行不行加油加油加油 OK 谢谢 ഇനിയിപ്പോൾ ആർക്കെങ്കിലും ആനകൾക്ക് ചെറിയ സ്നാക്സ് എന്ന രീതിക്ക് പഴങ്ങളൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. 100 മുതൽ 200 ബാത്ത് 50 ബാത്ത് പറഞ്ഞിട്ടൊക്കെ പൈസയുണ്ട്. ഇതായി ചേച്ചി ട്രോളിയിൽ കൊണ്ടുവരുന്നില്ലേ, ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ പഴം തരും. അത് നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ആനകൾക്ക് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. ก็จะซื้อกล้วยให้กับน้องช้างได้นะเรียนเชิญเลยหมายเช่นการวาดภาพศิลปะจากปลายงวงช้างครับ Okay the next show the elephant painting 表演大象画图把大象画画 ഇത് ആന ടീഷർട്ട് പെയിൻറ് ചെയ്യണ്ട കണ്ടോ. ഇതാണ് ആന വരച്ച ചിത്രമുള്ള ടീഷർട്ട് 300 ബാത്ത് കേട്ടോ. 300 ബാത്ത് ആരെങ്കിലും വേണമെങ്കിൽ来鼓掌给小象鼓掌สวยจริงๆ300 บาท300 บาท300泰铢300泰铢谢谢你，谢谢。来个ต่อรับกับการแข่งขัน Okay, start game. First ball, shoot. โอ้ยเดี๋ยวครับ ആനത ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാ ബാസ്കറ്റ് ബോൾ ഇത് എറിയാൻ പോകുന്നത്. สวยๆครับมาลูกนี้โอ้ยไม่ถึงนะไม่ลงครับหมายคนจะไหน站这里站这里standing here Miss Captain 鼓掌给他加油加油大牙哎 Mr. Mukchun wow okay Miss Captain ആർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് സ്വന്തം ധൈര്യം ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ആന ചവിട്ടാതെ ചാടിക്കിടക്കുന്ന ഒരു സീനാണ് കാണാൻ പോകുന്നത് കേട്ടോ. അത് ആർക്ക് വേണമെങ്കിലും ഇവിടെ കാണാൻ വന്നവർക്ക് ആർക്ക് വേണമെങ്കിൽ കിടക്കായിരുന്നു.
ഓരോ ആനകളും മുന്നിൽ പോകുന്ന ആനകളുടെ വാലിലിങ്ങനെ തുമ്പിക്കൈ കൊണ്ട് കോർത്തു പിടിച്ചിട്ട് പോകുന്ന കാഴ്ച ഒരു ഗംഭീര കാഴ്ച തന്നെയാണ്. ഓരോ ആനക്കുട്ടികളും എത്ര കൃത്യതയോടെയാണ് അവർ പഠിപ്പിച്ചത് കൊടുത്തതുപോലെ തന്നെ അത് ആ പ്രവൃത്തികളൊക്കെ ഇതങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ. ഗെയിംസൊക്കെ കളിക്കുന്നത് എത്ര വൃത്തിയായിട്ടാണ്. നമ്മുടെ നാട്ടിൽ സർക്കസിന് വരുമ്പോഴാണ് ഇതുപോലെ കണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ഷോ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങുന്ന എക്സിറ്റിൽ തന്നെ വേറെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതിയിട്ട് വരുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അവസരം. ഇതും മാർക്കറ്റിങ്ങിൻ്റെ ഒരു ട്രിക്ക് തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്നിരിക്കുന്നതെന്ന് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി കേട്ടോ. ഓരോ സെറ്റിലും ഇഷ്ടം പോലെ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ബാക്കി കാഴ്ചകളും ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു ദെൻ. ബൈ ബൈ.